friends, welcome back to my channel. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ആവോലി തവ ഗ്രില്ലിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ കുരുമുളക്, 2 സ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി. ഞാനിവിടെ ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതേപോലത്തെ വലിയ സൈസ് ആണെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി മതി. പിന്നെ 3 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 ചെറുള്ളി. നിങ്ങളുടെ കയ്യിൽ ചെറുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഒരു 1/4 ഭാഗം സവാള യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നേരത്തെ കുറച്ച് ലൂസായിട്ടല്ലേ ഉണ്ടായിരുന്നേ നമ്മൾ വെള്ളം ചേർത്ത് അടിച്ചപ്പോൾ. ഇപ്പോൾ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻ വരയുന്നത് എങ്ങനെയാ? ഇതേപോലെ നേരെ കത്തി പിടിച്ചിട്ട് താഴോട്ട് അമർത്തിയിട്ടാണ് നമ്മൾ വരഞ്ഞെടുക്കാറ്. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് വരയുമ്പോൾ ഇതേപോലെ കത്തി ചെരിച്ച് പിടിച്ചിട്ട് വേണം വരഞ്ഞു കൊടുക്കാൻ. ഒരു പ്രാവശ്യം വരയുമ്പോൾ ആ മീനിന്റെ മുള്ളെത്തുമ്പോൾ നിർത്തി കൊടുക്കുക. അതേപോലെ ഉള്ളിലോട്ട് നല്ല ഡെപ്തിൽ വേണം വരഞ്ഞെടുക്കാൻ. കണ്ടോ, ഇതേപോലെ വേണം വരഞ്ഞിട്ടെടുക്കാൻ. നോക്കിയേ, നല്ല ഡെപ്തിലാണ് ഞാൻ വരഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരഞ്ഞെടുക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ മസാല തേച്ചൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മസാല പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ കാണാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. കാരണം കുക്ക് ചെയ്യുമ്പോൾ മീനൊന്ന് ചുരുങ്ങുമല്ലോ. ചുരുങ്ങുമ്പോൾ നമ്മൾ വരഞ്ഞിട്ടുള്ള ഭാഗമൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ലൈനായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് മസാല തേച്ച് കൊടുക്കാം. മസാല തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഇടയിലോട്ട് നന്നായിട്ട് മസാല ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ വേണം നമ്മൾ മസാല തേച്ച് കൊടുക്കാൻ. ഇതേപോലെ മറിച്ചും തിരിച്ചു വിട്ടിട്ട് നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കുക. ഇതേപോലെ ഞാൻ എല്ലാത്തിൻ്റെയും മസാല തേച്ചെടുക്കട്ടെ. ഞാൻ ഇവിടെ എല്ലാത്തിൻ്റെ മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 20 മുതൽ 30 മിനിറ്റ് വരെ മസാല ഒക്കെ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലതുപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾക്ക് വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും സവോളയും കൂടി ഇട്ട് കൊടുക്കുക. ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും അതേപോലെ സവോളയും കൂടി ഇട്ടിട്ട് ഗ്രില്ല് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മീനിന് നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് മറിച്ചിടണം. കാരണം ആവോലി മീനാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നല്ല കെയർ കൊടുത്തിട്ട് സാവധാനം മറിച്ചിടുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സൂപ്പർ ആൻഡ് ഡെലീഷ്യസ് ടേസ്റ്റി ആയിട്ടുള്ള ആവോലി തവ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇതിപ്പോൾ ആവോലി മീൻ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഇതേ മസാല ചേർത്തിട്ട് നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും, അത്രയും ഷുവറാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ.